ലഹരി നാടിനെ പിടിച്ചുകുലുക്കുന്ന മാരകമായ ഒരു വൈറസായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ലഹരിക്കെതിരെ ഒറ്റയാൾ പോരാട്ടം നടത്തിയ യുവാവ്. കലയെ ആയുധമാക്കിയാണ് വരവൂർ സ്വദേശി രതീഷ് ലഹരിക്കെതിരെ പോരാടുന്നത്. കലയാണെന്റെ സമരായുധം എന്ന് പ്രഖ്യാപിച്ച് ലഹരിക്കെതിരെ ഒരൊറ്റയാൾ പോരാട്ടം നടത്തുകയാണ് രതീഷ് വരവൂർ. 2022 ഗാന്ധി ജയന്തി ദിനത്തിൽ സർക്കാരിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിനിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വരവൂർ ഗവൺമെന്റ് LP സ്കൂളിൽ നിന്നാണ് രതീഷ് തന്റെ പോരാട്ടത്തിന് തുടക്കം കുറിച്ചത്. പിന്നീട് സ്കൂളുകൾ, കോളേജുകൾ, കലാസാംസ്കാരിക സംഘടനകൾ, മറ്റ് യുവജന പ്രസ്ഥാനങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഉത്സവ പറമ്പുകൾ, ആരാധനാലയങ്ങൾ തുടങ്ങി കേരളത്തിനകത്തും പുറത്തും രതീഷ് തന്റെ മോണോ ആക്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന ലഹരി മാഫിയ സംഘങ്ങളുടെ ചതിയിൽ പെട്ടുപോകുന്ന മിടുക്കരായ വിദ്യാർത്ഥിയുടെ ജീവിതവും തുടർന്നുണ്ടാകുന്ന പരിണിത ഫലവും തിരിച്ചറിവും പ്രമേയമാകുന്ന 30 മിനിറ്റ് ദൈർഘ്യമുള്ള ഏകാഭിനയം ഇതിനോടകം തന്നെ 500-ലേറെ വേദികളിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. ലഹരിക്കെതിരെ മോണോ ആക്ടായി 560-ലേറെ വേദികൾ പിന്നിട്ട് ലോക റെക്കോർഡ്സിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു രതീഷ് വരവൂർ. ലഹരി വിരുദ്ധ പോരാട്ടത്തിന് നിരവധി അംഗീകാരങ്ങളാണ് ഈ യുവാവിനെ തേടിയെത്തിയിട്ടുള്ളത്. അംഗീകാര നേട്ടങ്ങളെക്കാൾ മോണോ ആക്ട് കണ്ട് ഒരാൾക്കെങ്കിലും മാറ്റമുണ്ടായാൽ അതാണ് തന്റെ വിജയമെന്ന് രതീഷ് പറയുന്നു. സമൂഹം ലഹരിയിലേക്ക് വഴിമാറി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സർക്കാരിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് 2022 ഞാൻ വരവൂര് ഗവൺമെന്റ് LP സ്കൂളിൽ വെച്ച് തുടങ്ങിയതാണ് ഈ മോണോ ആക്ടിലൂടെയുള്ള ലഹരി വിരുദ്ധ പോരാട്ടം. അന്ന് ഇത് 10 മിനിറ്റൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നത് 40 മിനിറ്റോളമുള്ള ഒരു വലിയ ഒരു ഷോ ആണ്. വിദ്യാർത്ഥികളൊക്കെ വഴിതെറ്റി പോകുന്നു എന്ന് നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. അന്ന് ഇത്ര ഭീകരമായ അവസ്ഥ ഉണ്ടായിട്ടില്ല. ഇപ്പൊ അത് ഭയങ്കര ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവാർഡുകളൊക്കെ കിട്ടുക എന്നുള്ളതിലുപരി ഇത് ആളുകൾ കണ്ടിട്ട് ഒരാൾക്കെങ്കിലും മാറ്റം വരികയാണെങ്കിൽ അതാണ് എന്റെ ഏറ്റവും വലിയ വിജയം എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. സമൂഹത്തിൽ നിന്നും കിട്ടുന്ന പിന്തുണ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഊർജം പകരുന്നുണ്ടെന്നും എന്നാൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നും പൂർണ്ണ പിന്തുണ കിട്ടിയാൽ ഇന്ത്യയിലുടനീളം ഇത് അവതരിപ്പിക്കാൻ കഴിയുമെന്നും രതീഷ് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എന്നിവരുടെ മുന്നിൽ മോണോ ആക്ട് അവതരിപ്പിക്കണമെന്നതാണ് രതീഷിന്റെ ആഗ്രഹം. രതീഷിന്റെ ലഹരി വിരുദ്ധ പോരാട്ടത്തിന് പിന്തുണയുമായി നിരവധി പേർ മുന്നോട്ട് വന്നിട്ടുണ്ട്. കൂടാതെ കുടുംബവും ഒപ്പമുണ്ട്. TCV ന്യൂസ്, ചെറുതുരുത്തി.